വെൽക്കം ടു ഫിയോൺ ബോട്ടിക്. ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലുള്ള ഒരു അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയലാണ്. സെമി ടെസറാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ തിക്കായിട്ട് തന്നെ ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നു. കുറച്ചുകൂടെ ലൈറ്റായിട്ട് താഴേക്ക് ഇറങ്ങിയുണ്ട്. ഇതിൻ്റെ ബോട്ടവും ടോപ്പും ദുപ്പട്ടയും എല്ലാം സെയിം ടോൺ തന്നെയാണ്. ഇതൊരു സോഫ്റ്റ് ഓർഗൻസ ദുപ്പട്ടയാണ്. നിറയെ എംബ്രോയ്ഡറി വർക്കുകളുണ്ട്. നല്ല ഭംഗിയായിട്ട് നിറയെ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഡാസിൽസ് അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1295. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് കളറ് ഒരു ഒണിയൻ പിങ്ക് കളറാണ്. ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. 48 ഇഞ്ച് ലെങ്ത്തും ഇതിന് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഈ വർക്ക് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ നല്ല ലെങ്ത്തോട് കൂടിയ ദുപ്പട്ടയാണ്. നല്ല ലെങ്ത് ഉണ്ട്. സോഫ്റ്റാണ്. നമുക്ക് വാഷബിളാണ്. നിറയെ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ബോട്ടം പീസ് ഇത് തന്നെയാണ്. നല്ലൊരു ഒണിയൻ പിങ്ക് കളറാണ്. നെക്സ്റ്റ് കളറ് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ്. പർപ്പിൾ ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇതിൽ ഇങ്ങനെ തന്നെ ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നു. റൗണ്ട് ആയിട്ട് തിക്കായിട്ട് ഇവിടെയും ബീഡ്സ് വർക്ക്, താഴേക്ക് ഇച്ചിരി ലൈറ്റ് ആയിട്ടും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൽ സോഫ്റ്റ് ഓർഗൻസയാണ്. ഡാസിൽസും അറ്റാച്ച് ചെയ്ത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം പീസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് കളറ് ഒരു ബ്ലൂ ഷെയ്ഡാണ്. നല്ല ലെങ്ത്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട്, എല്ലാം ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. സെൻറ്റർ ഇത് റൗണ്ടിലായിട്ട് തന്നെ നല്ല തിക്കായിട്ട് ബീഡ്സ് വർക്കാണ്. ആ ബീഡ്സ് വർക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറങ്ങി ലൈറ്റായിട്ടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയലാണിത്. സോഫ്റ്റായിട്ട് തന്നെ കിടക്കും. ഇങ്ങനെ കിടന്നോളും. ഇതിൽ ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. റേറ്റ് 1295. ബോട്ടം പീസ് ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്.